Dear children, last class we started geometry. അതിൽ പോയിൻറ്റ്സ്, ലൈൻ സെഗ്മെൻറ്റ് ലൈൻ, ഹോറിസോണ്ടൽ ലൈൻസ്, സ്ലാൻഡിങ് ലൈൻസ്, ഇതെല്ലാം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലൈൻസും പഠിച്ചു. ദെൻ പ്ലെയിൻ ഫിഗേഴ്സും പഠിച്ചു. ഇനി അടുത്തത് ക്ലോസ്ഡ് ആൻഡ് ഓപ്പൺ ഫിഗേഴ്സ്. ക്ലോസ്ഡ് ആൻഡ് ഓപ്പൺ ഫിഗേഴ്സ്. ക്ലോസ് ഫിഗേഴ്സ് ഏതൊക്കെയാണ്? ട്രയാങ്കിൾസ്, സ്ക്വയേഴ്സ്, റെക്റ്റാങ്കിൾസ്, ക്വാഡ്രിലേറ്റേഴ്സ് ആൻഡ് സർക്കിൾസ് ആർ ഓൾ എക്സാമ്പിൾസ് ഓഫ് ക്ലോസ് ഫിഗേഴ്സ്. ക്ലോസ് ഫിഗേഴ്സിന് എക്സാമ്പിളാണ്. പ്ലെയിൻ ഫിഗേഴ്സ് എല്ലാമേ ക്ലോസ് ഫിഗേഴ്സിന് എക്സാമ്പിളാണ്. These figures enclose a region within their boundary. Then the region that is enclosed by each figure is called its interior. The interior എന്ന് പറഞ്ഞാൽ എന്താണ്? The region that is enclosed by each figure is called its interior. Interior എന്ന് പറയുന്നത് ഇൻസൈഡ്. റെക്റ്റാങ്കിൾ, സ്ക്വയർ, ട്രയാങ്കിൾ, ഇതിൻ്റെയൊക്കെ ഇൻറ്റീരിയറാണ്. ഇതിൻ്റെ ഇൻസൈഡ് ഭാഗമാണ് ഇൻറ്റീരിയർ എന്ന് പറയുന്നത്. ഇതൊക്കെ ക്ലോസ്ഡ് ഫിഗേഴ്സുമാണ്. ഇങ്ങനെ ക്ലോസ് ആയിട്ടിരിക്കുന്നതാണ് ക്ലോസ് ഫിഗേഴ്സ്. അടുത്തത് ഓപ്പൺ ഫിഗേഴ്സ്. Open figures means open figures do not enclose a region. Do not enclose a region. ആണ് ഓപ്പൺ ഫിഗർ. ഓപ്പൺ ഫിഗർ നോക്കിയേ, ഇതാ ജോയിൻ്റ് ആവില്ല, ക്ലോസ്ഡ് ആവാത്തതെല്ലാം ഓപ്പൺ. ഇതിനെയാണ് ഓപ്പൺ ഫിഗേഴ്സ് എന്ന് പറയുന്നത്. അടുത്ത കോൺഗ്രുവൻറ്റ് ഫിഗേഴ്സ്. കോൺഗ്രുവൻറ്റ് ഫിഗേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്നുപോലെ ആവും ഇരിക്കുന്നത്, ഐഡൻറ്റിക്കലായിട്ട്. കോൺഗ്രുവൻറ്റ് ഫിഗേഴ്സ് ആർ ദി സെയിം ഷേപ്പ് ആൻഡ് സൈസ്. Congruent figures have the same shape and size. ഇനിയാണ് കോൺഗ്രുവൻറ്റ് ഫിഗേഴ്സ് എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ അടുത്ത ഫിഗറും ഇരിക്കും. ഇനിയാണ് കോൺഗ്രുവൻ്റ് എന്ന് ഒന്നുപോലെ വരുന്നത്. അടുത്ത സോളിഡ് ഷേപ്സ്. When we look around, if we find objects of various sizes and shapes, various sizesiലും ഷേപ്സിലും ഒബ്ജക്ട്സ് നമുക്ക് കാണാൻ കഴിയും. Some solid objects that can be found in a school bag are books, pencil, eraser, sharpener, ruler. Some solid objects found in a lunch bag are lunch box, spoon, water bottle, sandwich, biscuit, snack box. Many solids are geometric in shape. എല്ലാ സോൾസും ജോമെട്രിക്കൽ ഷേപ്പാണ്. അതിൽ ഫസ്റ്റ് ഒന്ന് നോക്കിയേ, സ്പിയർ. സ്പിയറിൻ്റെ എക്സാമ്പിൾ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. ബോൾ, നിങ്ങൾ കളിക്കാൻ ഉപയോഗിക്കുന്ന ബോൾ കർവ്ഡ് ഷേപ്പിൽ വരുന്നത് സ്പിയർ. എ സ്പിയർ ഈസ് റൗണ്ട് ഇൻ ഷേപ്പ്. It has only one curved surface. ഇതാണ് സ്പിയർ. എക്സാമ്പിൾ ഫുട്ബോൾ. ഇതിന് നോ എഡ്ജ്, നോ വെർട്ടെക്സ്. അടുത്തത് ക്യൂബോയിഡ്. എ ക്യൂബോയിഡ് ഈസ് എ റെക്ടാങ്കുലർ സോളിഡ്. ഇറ്റ് ഹാസ് 6 flat surfaces called faces. Each of the flat surfaces is a rectangle formed by 4 edges. 2 edges meet at a corner or vertex. ക്യൂബോയിഡ് നോക്കി റെക്റ്റാങ്കിൾ ഷേപ്പിലാണ്. ഏതൊക്കെയാണ് ക്യൂബോയിഡിന് എക്സാമ്പിൾ നിങ്ങൾക്കറിയാം? മാച്ച് ബോക്സിന് തീപ്പെട്ടി, ദെൻ ജോമെട്രി ബോക്സ്, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ജോമെട്രി ബോക്സ്, ഇതെല്ലാം ക്യൂബോയിഡിന് എക്സാമ്പിളാണ്. ഇതിന് എത്ര ഫേസസ് ഉണ്ട്? ഇറ്റ് ഹാസ്
6 faces ആണുള്ളത്. 6 faces, 12 edges and 8 vertices. ഇതിൻ്റെ ഓരോ ഫേസും ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫേസ് ആണ്. ആ ഫ്ലാറ്റായിട്ട് 6 ഫ്ലാറ്റ് സർഫേസസ് ഉണ്ട്. 6 ഫ്ലാറ്റ് സർഫേസ് ഉണ്ട്. ഇതിൽ എല്ലാം റെക്റ്റാങ്കിൾ ഷേപ്പാണ്. എല്ലാ ഫ്ലാറ്റ് സർഫേസും റെക്റ്റാങ്കിൾ ഷേപ്പാണ്. ഇതിന് 4 എഡ്ജസ്, ഒരു ഫ്ലാറ്റ് സർഫേസിൽ 4 എഡ്ജസ് ഉണ്ട്. 1 2 3 4 അങ്ങനെ 12 എഡ്ജസ് ഉണ്ട്. 2 എഡ്ജ് മീറ്റ് ചെയ്യുന്ന കോർണറാണ്, 2 എഡ്ജ് മീറ്റ് ചെയ്യുന്ന ഈ കോർണറിനെയാണ് വെർട്ടെക്സ് എന്ന് പറയുന്നത്. ഇനി എക്സാമ്പിൾ അറിയാമല്ലോ, ഇപ്പോൾ മനസ്സിലായല്ലോ. അടുത്തത് ക്യൂബ്. ക്യൂബിന് എന്താണ്? ഓൾ ദി ഫേസസ് ഓഫ് ക്യൂബ് ആർ ഐഡൻറ്റിക്കൽ ഇൻ ഷേപ്പ് ആൻഡ് സൈസ്. ഒന്നുപോലെ ഇരിക്കും. എന്തോ ഷേപ്പായിരിക്കും? ഈച്ച് ഫ്ലാറ്റ് ഫേസ് ഈസ് എ സ്ക്വയർ. അതിൻ്റെ ഓരോ ഫേസും സ്ക്വയർ ഷേപ്പിലാണ് ഇരിക്കുന്നത്. ക്യൂബ്. ഇതിന് ഇറ്റ് ഹാസ് ക്യൂബോയിഡ് പോലെയാണ് 6 ഫേസസ്. ആ ഫേസസ് ഉണ്ട്, 12 എഡ്ജസ് ഉണ്ട്, 8 വെർട്ടിസസ്. എല്ലാ എഡ്ജസും ഈക്വൽ ആയിരിക്കും. ക്യൂബോയിഡാണെങ്കിൽ ഓൾ എഡ്ജസ് ആർ നോട്ട് ഈക്വൽ. ഇതിന് എല്ലാ എഡ്ജസും ഈക്വൽ ആയിരിക്കും. എന്ന് വെച്ചാൽ അത് റെക്റ്റാങ്കിൾ ഷേപ്പ് ആയതുകൊണ്ട് ക്യൂബോയിഡിന്. ഇത് സ്ക്വയർ ഷേപ്പ് ആയതുകൊണ്ട് എല്ലാ എഡ്ജും ഈക്വൽ ആയിരിക്കും. അടുത്തത് കോൺ. എ കോൺ ഹാസ് എ കർവ്ഡ് സർഫേസ്. ഒരേ ഒരു കർവ് സർഫേസ് ഉണ്ട്. ഇറ്റ് ഹാസ് എ സർക്കുലർ ബേസ് ആൻഡ് ദി അതർ എൻഡ് ഈസ് പോയിൻറ്റഡ്. നോക്കിക്കേ, ഇതാണ് കോൺ. ജോക്കേഴ്സിൻ്റെ ക്യാപ്പ്, നിങ്ങളുടെ ബർത്ത്ഡേ ക്യാപ്പ്, ഇതെല്ലാം കോൺ ഐസ്ക്രീമിൻ്റെ കോണിൻ്റെ എക്സാമ്പിളാണിത്. ഇതിന് എത്ര ഫേസസ് ഉണ്ട്? ഇറ്റ് ഹാസ് 2 ഫേസസ് ഉണ്ട്. 2 ഫേസസ്. 1 curved, 1 plain. പിന്നെ 1 എഡ്ജ് ഉണ്ട്, 1 വെർട്ടെക്സ്. ഒരേ ഒരു വെർട്ടെക്സ് ആണുള്ളത്. ഒന്നിൽ കൂടുതൽ വരുമ്പോഴാണ് വെർട്ടിസസ്. only 1 vertex. A cone has a curved surface. It has a circular base and the other end is pointed. At the hemisphere. Hemisphere. A hemisphere has a curved surface and a flat surface and no corners. It has a circular base. It is half of a sphere. Sphere in the half ആണ്. സ്പിയറിൻ്റെ ഹാഫ്, സർക്കിളിൻ്റെ ഹാഫ് സെമി സർക്കിൾ, സ്പിയറിൻ്റെ ഹാഫ് ഹെമിസ്പിയർ. ഹെമിസ്പിയർ ഹാസ് എ curved surface and a flat surface and no corners. It has a circular base. It's half of a sphere. It is half of a sphere. Sphere inde half ആണ്. It is a half of a sphere. ഇതാണ് ഹെമിസ്ഫിയർ. അടുത്തത് സിലിണ്ടർ. Cylinder is a solid object which has 2 circular faces and 1 curved surface. Cylinder എത്ര faces ഉണ്ട്? A cylinder has a solid object. It has 2 circular faces ഉം 1 curved surface ഉം ഉണ്ട്. Okay.
ഇതാണ് സിലിണ്ടർ. അങ്ങനെ 3 ഫേസസ് ഉണ്ട്. It has 3 faces, 2 plane, 1 curved. അങ്ങനെയാണ് 2 ഫേസസും, 2 പ്ലെയിൻ ഫേസസും 1 കർവ്ഡും, 2 പ്ലെയിൻ ഫേസസും 1 കർവ്ഡ്. 2 എഡ്ജസ്, നോ വെർട്ടെക്സ്. ഇതാണ് സിലിണ്ടർ. ഈ ലെസൺ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ ആക്ടിവിറ്റി ബുക്ക് കംപ്ലീറ്റ് ചെയ്യണം. നെക്സ്റ്റ് ലെസൺ ഡേറ്റ ഹാൻഡ്ലിംഗ്. എന്താണ് ഡേറ്റ? ഡേറ്റ ഈസ് ദി കളക്ഷൻ ഓഫ് ഇൻഫർമേഷൻ. അതാണ് ഡേറ്റ. നമ്മൾ വി ക്യാൻ റിപ്രസെൻ്റ് ഇൻ ഡേറ്റ ഇൻ ഡിഫറെൻറ്റ് വേയ്സ്. നമുക്ക് ഡേറ്റാസ് റിപ്രസെൻ്റ് ചെയ്യാൻ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓരോ ഇതുണ്ട്. അതിൽ ഒന്നാണ് നമുക്ക് പിക്ടോഗ്രാഫ്. വലിയ ക്ലാസ് പോകുമ്പോൾ നിങ്ങൾ പഠിക്കും പിക്ടോഗ്രാഫ്, ബാർ ഗ്രാഫ്, ഇതെല്ലാം ലൈൻ ഗ്രാഫ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്രാഫ് വഴിയാണ് നമ്മൾ ഡേറ്റാസ് ഇൻഫർമേഷൻ കൊടുക്കുന്നത്, ഡേറ്റാസ് നമുക്ക് വെളിപ്പെടുത്താൻ പറ്റുന്നത്. അതിന് ഒരു ഫസ്റ്റ് എക്സാമ്പിളാണ് പിക്ടോഗ്രാഫ്. Pictograph means a pictogram or pictograph represents data in picture form. ഇത് പിക്ചർ വഴി ഡേറ്റാസ് പ്രസൻറ്റ് ചെയ്യുന്നത്. A pictogram or pictograph presents data in picture form. പിക്ചർ വഴി ഡേറ്റാസ് റിപ്രസെൻ്റ് ചെയ്യുന്നതാണ് പിക്ടോഗ്രാഫ്. ഇതിന് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 4 പാർട്സ് ഉണ്ട്. ഡേറ്റ റിപ്രസെൻറ്റഡ് ബൈ യൂസിങ് പിക്ചേഴ്സ് ആർ നോൺ ആസ് പിക്ടോഗ്രാഫ്. പിക്ചേഴ്സ് വഴി ഡേറ്റാസ് റിപ്രസെൻ്റ് ചെയ്യുന്നത് പിക്ടോഗ്രാഫ്. ഇങ്ങനെ വരയ്ക്കുന്നതെന്ന് പറഞ്ഞുതരാം. നിങ്ങൾ എക്സസൈസ് 7.1 സെക്കൻഡ് പ്രോബ്ലം. ദി സ്റ്റുഡൻസ് ഓഫ് ക്ലാസ് 3 were asked about how they came to school. Complete the table by filling in the number of students in your class using each mode of transport. How do you come to school? എങ്ങനെയാണ് സ്കൂളിൽ വരുന്നതെന്നുള്ളത്. മോഡ് ഓഫ് ട്രാൻസ്പോർട്ട്, വാക്കിംഗ്, നമ്പർ ഓഫ് സ്റ്റുഡൻസ്, സ്കൂൾ ബസ്, പബ്ലിക് സ്കൂൾ, അങ്ങനെ പബ്ലിക് ബസ്, നോട്ട് പബ്ലിക് സ്കൂൾ, പബ്ലിക് ബസ്, ഓട്ടോറിക്ഷ, 2 വീലർ, കാർ, വാൻ തന്നിട്ടുണ്ട്. ഇതിൽ കീ എന്നുള്ളത് ഒന്നിന് 10 സ്റ്റുഡൻസ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിൽ കൺസിസ്റ്റ് ഓഫ് 4 പാർട്സ് ഉണ്ട്. ടൈറ്റിൽ, ലേബൽസ് ഓർ കാറ്റഗറീസ്, പിക്ചേഴ്സ് ആർ സിമ്പിൾസ് ആൻഡ് എ കീ. അതിലൊന്നാണ് കീ. എങ്ങനെ ഡേറ്റാസ് റെപ്രസെൻ്റ് ചെയ്യണമെന്ന് നോക്കിയേ. ഫസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട്. ഇവിടെ നമ്പർ ഓഫ് സ്റ്റുഡൻസ്. ഇതിൽ ഇത് പെൻസിൽ സ്റ്റിക്ക് പോലെയുള്ള ഒരു ആളിന് പകരം വരയ്ക്കുന്നത്, എളുപ്പത്തിൽ വരയ്ക്കാൻ പറ്റുന്നത്. അത് 1 സ്റ്റുഡൻ്റ് ആണ് വരയ്ക്കുന്നത്. ഇതിൻ്റെ കീ എന്നുള്ളത് നോക്കിയേ. കീ ഇതുപോലെ വരച്ചാൽ മതി. നമുക്ക് ആളിനെയൊക്കെ വരയ്ക്കാൻ ബുദ്ധിമുട്ടല്ലേ, അതിന് പകരം ഇത്. ഈ 1 എന്നുള്ളത് ഒരാളെന്നുള്ള 10 സ്റ്റുഡൻസിനെയാണ് കുറിക്കുക. 10 സ്റ്റുഡൻസ്. ഇതിൽ ചെറുതായിട്ടുള്ളത് 1 സ്റ്റുഡൻറ്റിനെയും, വലുത് 10 സ്റ്റുഡൻറ്റിനെയും, ചെറുത് 1 സ്റ്റുഡൻറ്റിനെയും. നോക്കിയേ. വാക്കിംഗ്. വാക്കിങ്ങിൽ അപ്പോൾ ഇത് എത്ര പേരുണ്ട്? 11. വാക്കിങ്ങിന് 11. ഇത് 10. ഒരാളെന്ന് പറഞ്ഞാൽ 10. ഇത് 1. അപ്പോൾ 11. വാക്കിങ്ങിന് 11 പേര്. ദെൻ സ്കൂൾ ബസ്.
ഇതുപോലെ വരയ്ക്കുക. സ്കൂൾ ബസ്സിൽ എത്ര പേരുണ്ടെന്ന് നോക്കിയേ. വേർതിരിച്ചറിയാനായിട്ട് നമ്മൾ അതനുസരിച്ച് വരച്ചാൽ മതി. നോക്കിയേ എത്ര പേരുണ്ട്. 10 + 10 20, 21, 22, 23. നമ്പർ ഓഫ് സ്റ്റുഡൻസ് 23. അത് മനസ്സിലാൻ വേണ്ടി ടീച്ചറോട് എഴുതിയെന്നേ ഉള്ളൂ, നിങ്ങൾ അല്ലാതെ ചെയ്താൽ മതി. നെക്സ്റ്റ് പബ്ലിക് ബസ്. പബ്ലിക് ബസ്സിൽ എത്ര പേര്. 2 പേരേ ഉള്ളൂ. അപ്പോൾ എത്രയാണ്. 20. ദെൻ ഓട്ടോറിക്ഷ. ഓട്ടോറിക്ഷ ബിഗ്, ബിഗ് 3 പേരും സ്മോൾ 2 പേരുമാണ്. അപ്പോൾ എത്ര. 32. അടുത്ത 2 വീലർ. ഇപ്പോൾ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് മനസ്സിലായല്ലോ. ഇങ്ങനെ വേണം പിക്ചേഴ്സ് വഴി ഡേറ്റാസ്. ഇപ്പം വലിയ ആൾക്കാരെ നമുക്കിതിൽ വരയ്ക്കാൻ പറ്റില്ലല്ലോ, അങ്ങനെയാണ്, അതിന് വേണ്ടിയാണ് ഇങ്ങനെ വരയ്ക്കുന്നത്. ഇപ്പോൾ 2 വീലർ ടീച്ചർ കുറച്ച് ഇതിൽ വരയ്ക്കുന്നുള്ളൂ, മനസ്സിലാവാൻ മാത്രം. 2 വീലറിൽ നോക്കിയേ 10 സ്മോൾ. എന്തെങ്കിലും ഒരു വ്യത്യാസം വരുത്തിയാൽ മതി, നമുക്ക് വേർതിരിച്ചറിയാൻ. എത്ര പേരുണ്ട്. 15. 10 + 1 + 1 + 1 + 1 + 1. 10 + 5 15. പിന്നെ 15 പേര്. ഇത് കൊടുത്തിട്ട് നമുക്ക് ഇതനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് എഴുതാൻ വരും. അത് ഇനി അതൊക്കെ അടുത്ത വർഷമേ ഉള്ളൂ. ഇങ്ങനെയാണ് ഡേറ്റാസ് റെപ്രസെൻ്റ് ചെയ്ത് വരയ്ക്കുന്നത്. അപ്പോൾ ഈ ലെസൺ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിലെ ആക്ടിവിറ്റിയും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. സ്റ്റഡി വെൽ. ഓക്കെ സ്റ്റുഡൻസ്, താങ്ക് യു.